ഇന്ന് നമുക്ക് അനീമിയ എന്താണെന്ന് നോക്കാം. നമ്മുടെ രക്തത്തിൽ പ്രധാനമായും 3 കോശങ്ങളാണ് ഉള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റെഡ് ബ്ലഡ് സെൽസ് അഥവാ RBC എന്ന് പറയുന്നത്. ഇതിലെ ഒരു പ്രോട്ടീൻ ആണ് ഹീമോഗ്ലോബിൻ. ഈ ഹീമോഗ്ലോബിന്റെ അല്ലെങ്കിൽ RBCയുടെ അളവ് കുറയുന്ന അവസ്ഥയാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്നൊക്കെ നമ്മൾ പറയുന്നത്. അടുത്തത്, എത്ര അളവിലാണ് നമ്മുടെ ശരീരത്തിന് ഹീമോഗ്ലോബിൻ വേണ്ടതെന്നും എത്ര അളവിന് താഴെയായാണ് അനീമിയായി കണക്കാക്കപ്പെടുന്നതെന്നും നോക്കാം. സ്ത്രീകളിലാണെങ്കിൽ 12 മുതൽ 16 വരെയും പുരുഷന്മാരിലാണെങ്കിൽ 14 മുതൽ 18 വരെയാണ് നോർമൽ ഹീമോഗ്ലോബിൻ ലെവൽ എന്ന് പറയുന്നത്. ഇതിന് താഴെ ആവുകയാണെങ്കിലാണ് നമ്മൾ അനീമിയായി കണക്കാക്കപ്പെടുന്നത്. ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രധാന അനീമിയാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് പറയുന്നത്. ഇതുണ്ടാകാനുള്ള കാരണം എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ അയണിന്റെ അളവ് കുറയുന്നത്, അതുപോലെ തന്നെ അയണിന്റെ അളവ് ഉണ്ടെങ്കിൽ തന്നെയും നമ്മുടെ ബോഡി അത് പ്രോപ്പർ ആയിട്ട് അബ്സോർബ് ചെയ്യാതിരിക്കുക, അതുപോലെയാണ് നമ്മുടെ ബോഡിയിൽ നിന്ന് അമിതമായി ഉണ്ടാകുന്ന രക്തസ്രാവം, മെൻസസ് സമയത്തുണ്ടാകുന്ന ഓവർഫ്ലോയും ഇതിന് കാരണമാകാറുണ്ട്. ഇന്ന് സ്ത്രീകളിൽ ഉണ്ടാകുന്ന 80% അസുഖങ്ങൾക്ക് പിന്നിലും ഈ ഹീമോഗ്ലോബിന്റെ ലെവൽ കുറഞ്ഞതാണ്. ഈ ഹീമോഗ്ലോബിന്റെ ലെവൽ കുറയുമ്പോൾ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന തലവേദനയും അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന തലകറക്കവും, അതുപോലെ തന്നെ നമ്മുടെ ശരീരം കാണിക്കുന്ന ഒരു പ്രധാന സിംറ്റമാണ് കൺതടങ്ങളില്, അതുപോലെ തന്നെ കൈയുടെ നഖങ്ങളിലും അതുപോലെ നമ്മുടെ ത്വക്കിലും ഒക്കെ ഉണ്ടാകുന്ന ഒരു വിളർച്ച അല്ലെങ്കിൽ രക്തക്കുറവ്. നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ക്ഷീണവും തളർച്ചയും ഈ ഹീമോഗ്ലോബിന്റെ ലെവൽ കുറയുന്നത് കൊണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെയാണ് ചെറിയ ജോലികൾ ചെയ്യുമ്പോഴും സ്റ്റെപ്പ് കയറുമ്പോഴും ഉണ്ടാകുന്ന ഒരു കിതപ്പ്, അമിതമായി ഉണ്ടാകുന്ന മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ ഹൃദയമിടിപ്പ് കൂടുന്നതും ഹീമോഗ്ലോബിന്റെ ലെവൽ കുറയുന്നതിന്റെ ലക്ഷണങ്ങളായി കാണാറുണ്ട്. ഇനി നമുക്ക് ഹീമോഗ്ലോബിന്റെ അളവ് കുറവാണെങ്കിൽ എങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാം? ഹീമോഗ്ലോബിന്റെ ലെവൽ ചെക്ക് ചെയ്യാണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു ടെസ്റ്റ് ഞാൻ പറഞ്ഞു തരാം. ഇതിനായി നമ്മുടെ കയ്യിലെ ഏതെങ്കിലും ഒരു ഫിംഗറിൽ 5 മിനിറ്റ് നേരം കംപ്രസ് ചെയ്ത് വെക്കുക, ഇതുപോലെ. അതിനുശേഷം പയ്യെ ഇത് റിലീസ് ചെയ്യുക. ആ സമയത്ത് ഒരു വെള്ള നിറത്തിൽ അല്ലെങ്കിൽ ഒരു പെയിൽ ആയിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹീമോഗ്ലോബിന്റെ അളവ് കുറവായിരിക്കും. അതല്ല, ഒരു രക്തമയം ഉള്ളതുപോലെയാണ് കാണപ്പെടുന്നതെങ്കിൽ നിങ്ങളുടെ ഹീമോഗ്ലോബിന്റെ അളവ് നോർമൽ ആവാനും സാധ്യതയുണ്ട്. ഇനി നിങ്ങൾക്ക് ഹീമോഗ്ലോബിന്റെ അളവ് കുറവാണ്, രക്തം കുറവാണ് എങ്കിൽ ഇത് കൂട്ടാൻ സഹായിക്കുന്ന ആഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം തന്നെ ഈന്തപ്പഴം അഥവാ ഡേറ്റ്സ്. ഡെയിലി 4 മുതൽ 5 വരെ ഈന്തപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ പോംഗ്രനേറ്റ് അഥവാ മാതളം, റാഗി, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, റെഡ് മീറ്റ്, ഓർഗൻ മീറ്റ് എന്നിവയും നിങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്നതാണ് ബീട്രൂട്ട്, നട്ട്സ്, സീഡ്സ് എന്നിവയൊക്കെ. ഈ ആഹാരങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് പോലെ തന്നെ പ്രാധാന്യമുണ്ട് വൈറ്റമിൻ സി അടങ്ങിയ ആഹാരങ്ങളും കൂടി ഇവയുടെ കൂടെ കഴിക്കുക എന്നുള്ളത്. വൈറ്റമിൻ സി മെയിനായിട്ടുള്ളത് നാരങ്ങ, നെല്ലിക്ക അതുപോലുള്ള സിട്രസ് ഫ്രൂട്ട്സുകളിലാണ്. അതും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പ്രധാനമായും ശ്രദ്ധിക്കണം. വൈറ്റമിൻ സിയും അതുപോലെ തന്നെ അയണും റിച്ച് ആയിട്ടുള്ള, നമുക്ക് നാട്ടിൻപുറങ്ങളിലെല്ലാം കാണാൻ കഴിയുന്ന ചുണ്ടയ്ക്ക എന്നത് ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടാൻ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു ഫുഡാണ്. വിളർച്ച അഥവാ അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവ് നമുക്ക് പൂർണ്ണമായി മാറ്റാൻ സഹായിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ ആഹാരങ്ങളൊക്കെയാണ്. അവ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക എന്നതാണ് അനീമിയ പൂർണ്ണമായി മാറ്റാൻ വേണ്ടി ചെയ്യാവുന്നത്.